ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന തിരുവഞ്ചിക്കുളം അംഗൻവാടി ഹെൽപ്പർ VK അരുണയ്ക്ക് യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭ 21-ാം വാർഡ് തിരുവഞ്ചിക്കുളം 72-ാം നമ്പർ അംഗൻവാടിയിലെ ഹെൽപ്പർ അരുണയ്ക്കാണ് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. വാദ്യമേള ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം വാർഡ് കൗൺസിലർ KA സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ഇന്നത്തെ യാത്രയയപ്പ് നമുക്കറിയാം, അരുണ ചേച്ചി ഈ 72 നമ്പർ അംഗനവാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷത്തോളമായി. അതൊരു ജോലിയുടെ ഭാഗമാണോ എന്ന് അരുണ ചേച്ചിയോട് ചോദിച്ചാൽ അല്ല എന്നേ പറയൂ. നമുക്ക് ഏവർക്കും അറിയാം, ഇതൊരു സേവനമാണ്. ഒരിക്കലും ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ടീച്ചറിനും ഒരു ഹെൽപ്പർക്കും ഒരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള അംഗനവാടിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പൂർണ്ണ മനസ്സോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി ആ കൊച്ചുകുട്ടികളെ 3 വയസ്സായ ആവുമ്പോഴേക്കും കൊച്ചുകുട്ടികളുടെ അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ നിന്നും വേറിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഹെൽപ്പറിന്റെയും ഒരു ടീച്ചറിന്റെയും കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത് സ്വന്തം മക്കളെ പോലെ വാരിപ്പുണർന്നുകൊണ്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങളും ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട അറിവും മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ഏതെല്ലാം രീതിയിലാണെന്നുള്ളതിന്റെ നേർരേഖ കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് അംഗൻവാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസം എന്നുള്ളതിലുപരി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ഏതെല്ലാം രീതിയിലായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റങ്ങൾ. ഓരോ കുട്ടിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. ആ കാഴ്ചപ്പാടുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രീതികൾ എന്താണെന്നുള്ളത് സ്വയം ആ ടീച്ചറും ഹെൽപ്പറും മനസ്സിലാക്കി അച്ഛനും അമ്മയോടും പറയുന്ന ഒരു പ്രവണത. കാരണം കുട്ടിയുടെ വാസന ഇന്ന രീതിയിനോട് താല്പര്യമുണ്ട്, കളിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. ഫുട്ബോൾ ആയാലും പടം വരയായാലും മറ്റുള്ള കഥകളായാലും പാട്ടിനോടായാലും കായികമായിട്ടുള്ള അവരുടെ കഴിവുകളെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവുകളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സംവിധാനങ്ങൾ. അജിത പ്രതാപൻ അധ്യക്ഷയായി. വേറെ ഏതൊരു അംഗനവാടിയിലും ഒരു പ്രത്യേകത തോന്നിയത് ഒരു ശാന്തമായ അന്തരീക്ഷവും, അതേപോലെ തന്നെ ടീച്ചറാണെങ്കിലും ഹെൽപ്പറാണെങ്കിലും ഇതിക്ക് മുന്നുണ്ടായ സുധയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കുട്ടികളോടുള്ള പ്രവർത്തനവും ഒരു തരത്തിലുള്ള പരാതികൾക്കോ ഒന്നും ഇടവരാതെ പരമാവധി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ചില സമയങ്ങളിൽ ഞാനിതിൽ കടന്നു പോകുന്ന സമയത്തും ഇവിടെ കയറാറുണ്ട്. അപ്പോൾ ഇവരോട് ലിനിനോടായാലും അരുണനോടായാലും കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവരുടെ ആ ഒരു സ്വഭാവം പോലെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെന്നാണ് എനിക്ക് പറയാനുള്ളത്. അംഗൻവാടി ടീച്ചർ ലിനി, വിക്രമാദിത്യൻ, സജീവൻ, അജിത എന്നിവർ സംസാരിച്ചു. VK അരുണ മറുപടി പ്രസംഗം നടത്തി. വരുന്ന സന്ദർഭത്തിലാണ് ചേച്ചി കൂടുതലും ഈ ഒരു മാറ്റത്തിന് എന്നെ ഇത്രയ്ക്കാക്കി തന്നത് ചേച്ചി തന്നെയാണ്. എന്നെ ഒരു അനിയത്തിയെ പോലെയോ അല്ലെങ്കിൽ ചേച്ചി തന്നെ വളരെയധികം
ഏറ്റവും അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്